വെളിയുടെ വിസർജന മുക്ത കേരളത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞമൊക്കെ അതിന്റെ മുറയ്ക്ക് അങ്ങനെ നടക്കുമ്പോൾ പൊതു ശൗചാലയങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് കൊല്ലം പുനലൂർ നഗരത്തിലെത്തുന്നവർ. വൃത്തിഹീനമായ ശൗചാലയങ്ങൾ നന്നാക്കാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. മൂത്രമൊഴിക്കുന്നതിനും മലമൂത്ര വിസർജനം നടത്തുന്നതിനും ടോയ്ലറ്റ് ഉപയോഗിക്കുക എന്നാണ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലുള്ള ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനിവിടെ മൂത്രമൊഴിച്ചിട്ടൊന്നുമില്ല, ഇത് കുപ്പിവെള്ളമാണ്. ഈ വാചകം എഴുതി വെച്ചിരിക്കുന്നതിനോട് ചേർന്നുള്ള ശൗചാലയത്തിൻ്റെ അവസ്ഥ പ്രേക്ഷകർ ഒന്ന് കാണണം. ശൗചാലയങ്ങൾ ഉപയോഗിക്കണമെന്ന എഴുത്ത് ആകർഷകമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുനലൂർ പട്ടണത്തിൻ്റെ പലയിടങ്ങളിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കാൻ ശൗചാലയങ്ങളില്ലെന്ന് മാത്രം. ഉള്ളതിൻ്റെയൊക്കെ അവസ്ഥ ദാ ഇങ്ങനെയും. ഇവിടെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ എവിടെ പോയാലും ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. ഇപ്പോൾ ഈ ടോയ്ലറ്റ് തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പൂട്ടി വൃത്തികേടായിട്ട് കിടക്കും. എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. മൂത്രമൊഴിക്കാൻ പറ്റണമെങ്കിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി അശോക അവിടെ പോയൊരു 90 അടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ പോവുക. താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ ഈ ശൗചാലയങ്ങൾ നഗരത്തിലെത്തുന്നവർക്ക് ഒരു ആശ്രയമായിരുന്നു. ഇന്ന് നഗരസഭയുടെ അധീനതയിലുള്ള പാമ്പ് വളർത്തൽ കേന്ദ്രമാണ് ഇവിടം. കാടുമൂടി തെരുവുനായ്ക്കളും ഇഴജന്തുക്കളും കയറി ഈ ഭാഗത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. നഗരസഭാ കാര്യാലയത്തിന്റെ മീറ്ററുകൾ മാത്രം അകലെയാണ് ശോച്യമായ ഈ ശൗചാലയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഇത് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്ക് തന്നെ. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ മാത്രമല്ല, തൂക്കുപാലത്തിന് സമീപം സ്നാനഘട്ടത്തിലും ശ്രീരാമപുരം ചന്തയ്ക്കുള്ളിലും ചെമ്മന്തൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുമെല്ലാം ശൗചാലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്നത് മാർക്കറ്റിനുള്ളിലെ ശൗചാലയങ്ങൾ മാത്രം. എന്നാൽ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവിടെ എത്തിച്ചേരുക തന്നെ പ്രയാസം. KSRTC പരിസരത്തെ ശൗചാലയത്തിൽ മൂക്കുപൊത്തി കണ്ണടച്ചല്ലാതെ കയറാൻ പോലും കഴിയില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണെങ്കിൽ അതുമില്ല. ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥാപിച്ചിട്ടുള്ള ശൗചാലയം പൂട്ടിയിട്ട നാളുകൾ ഏറെയായി. പിന്നീട് നഗരസഭ സ്ഥാപിച്ച ബയോ ടോയ്ലറ്റുകൾ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് വീതിച്ചു നൽകി. താക്കോലുകൾ അവരവരുടെ കയ്യിൽ. ഇതിൽ പലതും ഇന്ന് ഉപയോഗശൂന്യം. ജീവനക്കാരായ സ്ത്രീകളുടെയൊക്കെ സ്ഥിതി പരമദയനീയമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വൃത്തിയില്ലായ്മ ഉള്ള ബാത്റൂം വേറെ ബാത്റൂമൊക്കെ ഉണ്ട്, എന്നാൽ പോലും അതും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാത്റൂം അല്ല. യാത്രക്കാരും ബസ് ജീവനക്കാരുമൊക്കെ പുറത്തു തന്നെ കാര്യം സാധിക്കണം. ഇതിങ്ങനെ പൂട്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ കയറി ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, പൂട്ടിയിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ ലോങ് ട്രിപ്പ് പോയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നും ബാത്റൂമിൽ പോകണമെങ്കിലോ നമ്മൾ ഈ ആട്ടോത്തിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലുമൊക്കെയാണ് പോയി നിൽക്കുന്നത്. ആ സമയത്ത് വരെ പോലീസിൽ വന്ന് ഞങ്ങൾക്ക് അതിനും പറ്റി കിട്ടുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരം ചായം പൂശിയും ചെടികൾ വെച്ച് പിടിപ്പിച്ചും ഇങ്ങനെ മനോഹരമാക്കാൻ കാശു പൊടിക്കുന്ന നഗരസഭാ അധികൃതർക്ക് ശൗചാലയങ്ങൾ ഉപയോഗപ്രദമാക്കാൻ മാത്രം ഫണ്ടില്ല. ഇങ്ങനെ ചായം പൂശാൻ മുടക്കിയ തുകയുടെ പകുതിയിലൊന്നു മതി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അടക്കമുള്ള ശൗചാലയങ്ങൾ ഉപയോഗപ്രദമാക്കി യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാൻ. അതിന് അധികാരികൾ തയ്യാറാകാത്തതും നഗരസഭയുടെ കെടുകാര്യസ്ഥതയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വെളിയുടെ വിസർജ്യമുക്ത നഗരമെന്നാണ് പുനലൂർ നഗരസഭയ്ക്ക് പേര്. പക്ഷേ നഗരത്തിലെത്തിയാൽ ആ ശങ്കയുണ്ടായാൽ വെളിയിടം മാത്രമാണ് ആശ്രയം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഭയം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. പൊതു ശൗചാലയങ്ങൾ അത് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുള്ള ഒന്നാണ് എന്ന് ഈ റിപ്പോർട്ട് കണ്ട രവികുമാർ PB ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്.